Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പാലിക്കേണ്ട ചില അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടത് എപ്പോഴും കൂടെ കൂട്ടുന്ന ചില മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം. എങ്ങനെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം, അത് ഏത് രീതിയിൽ പഠിക്കണമെന്നാണ് ഒന്നാമത്തെ ക്ലാസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞ സിലബസ്, എങ്ങനെയാണ് സിലബസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിലബസ് നമ്മൾ പഠിക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ സിലബസ് കണക്കിലെടുക്കേണ്ടത് എന്ന രീതിയിലാണ് രണ്ടാമത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. തീർച്ചയായും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി തീർച്ചയായും ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ടൈം മാനേജ്മെന്റ്. നമുക്ക് കിട്ടുന്ന 24 മണിക്കൂറിനെ ഈ വളരെ ഇഫക്റ്റീവായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് അതിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ്. അപ്പൊ ഈ ക്ലാസ് കാണുന്ന കുട്ടികൾ, ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുന്നത്തെ 2 ക്ലാസ്സുകൾ കാണണം. ഏതെങ്കിലും ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ അനലൈസ് ചെയ്യാം, രണ്ടാമത് സിലബസ് എങ്ങനെ പഠിക്കാം. 2 ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ 2 ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ഇടുന്ന 2 ക്ലാസ്സുകൾ കാണാം. അതിനുശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരിക. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടൈം മാനേജ്മെന്റ് ആണ്. എന്താണ് ടൈം മാനേജ്മെന്റ്? ടൈം മാനേജ്മെന്റ് എന്നാൽ ഇറ്റ് ഈസ് എ പ്ലാനിങ് ആൻഡ് പ്രോസസ് ഓഫ് how to use your time effectively, productively and efficiently എന്നാണ്. ക്ലിയർ പറഞ്ഞ മനസ്സിലായില്ലേ? ദാറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്ലാനിങ് ആൻഡ് പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ആൻഡ് പ്ലാനിങ് how the time use effectively, more efficiently and more productively എന്നാണ്. വളരെ പ്രൊഡക്റ്റീവ്ലി ആയിട്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ സമയത്ത്, നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആ? എന്ന് വെച്ചാൽ 24 മണിക്കൂർ നമുക്ക് കിട്ടുന്നു. 24 മണിക്കൂറിൽ വളരെ എഫക്റ്റീവായിട്ട്, വളരെ പ്രൊഡക്റ്റീവായിട്ട് ഒരു 5 hours 5 മണിക്കൂർ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട്? 24 hours നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 24 hours ഒരു 5 മണിക്കൂർ 5 മണിക്കൂർ വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഇഫക്റ്റീവായിട്ട്, വളരെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട് നോക്കാം. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ, നിങ്ങൾ കുട്ടികളെ നോക്കാം. വളരെ കുറവ് ആളുകൾ, വളരെ ഒരു 20% അല്ലെങ്കിൽ 30% കുട്ടികൾ മാത്രമേ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ വളരെ ഇഫക്റ്റീവായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് വെറുതെ ബുക്ക് തുറന്നു വെച്ച് 6-7 മണിക്കൂർ ഇരുന്നാൽ അത് ഇഫക്റ്റീവ് പറയാൻ പറ്റില്ല. അതിന് ഹാർഡ് വർക്ക് എന്ന് പറയാനും പറ്റില്ല, സ്മാർട്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വളരെ ഇഫക്റ്റീവായിട്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ട് ഈ 5 മണിക്കൂർ പഠിക്കുന്ന കുട്ടികളെ ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയത്തെ നിങ്ങൾ ഹൗ ടു യൂസ് യുവർ ടൈം എന്നാണ്. ഹൗ ടു യൂസ് യുവർ ടൈം ഇഫക്റ്റീവ്ലി ആൻഡ് പ്രൊഡക്റ്റീവ്ലി എന്നാണ്. എഫിഷ്യന്റ്, വളരെ എഫിഷ്യന്റ്, കാര്യപ്രാപ്തിയോടുകൂടി വളരെ ഇഫക്റ്റീവായിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ് എന്ന സംഭവം. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ഇനി ഇത് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. പലപ്പോഴും പല കുട്ടികളും പറയും, ഞാൻ അങ്ങനെ ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാറില്ല, ടൈം മാനേജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കിട്ടുന്ന സമയത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള സമയത്ത് പഠിക്കുന്നു. ക്ലിയർ? പല കുട്ടികളും പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ടൈം മാനേജ്മെന്റ് നോക്കാറില്ല, ടൈമും നോക്കാറില്ല, കിട്ടുന്ന സമയത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് പഠിക്കുന്നു, താല്പര്യമുള്ള സമയത്ത് പഠിക്കുന്നു, ഇങ്ങനെയാണ് പറയാറ് പല കുട്ടികളും. ഓർത്തിക്കുക, ഈ കുട്ടികൾ അവർ പറയുന്ന വാക്കിനനുസരിച്ച് എനിക്ക് തോന്നുന്ന സമയത്ത് പഠിക്കുന്നു, ദാറ്റ് മീൻസ് അവർക്ക് പഠിക്കാൻ തോന്നുന്നുണ്ട് എന്നർത്ഥം. എനിക്ക് താല്പര്യമുള്ള സമയത്ത് പഠിക്കുന്നു, ദാറ്റ് മീൻസ് അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നർത്ഥം. ദാറ്റ് ഈസ് അതിന്റെ ടോട്ടലി അതിന്റെ ഉത്തരം എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമുള്ള സമയത്ത് പഠിക്കുന്നു എന്നവർ പറയുന്നു, അവർക്ക് തോന്നുന്ന സമയത്ത് അവർക്ക് പഠിക്കുന്നു എന്ന് പറയുന്നു. വെച്ചാൽ അവർക്ക് പഠിക്കാൻ തോന്നുന്നുണ്ട്, അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ അവരറിയാതെ തന്നെ അവർ ടൈം മാനേജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നർത്ഥം. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ പറയുന്ന കുട്ടികൾ അവരറിയാതെ തന്നെ അവർ ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരറിയാതെ തന്നെ ഒരു ടൈം മാനേജ്മെന്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ക്ലിയർ ആയില്ല? അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് നമുക്കുള്ള ഗുണം എന്താണ്? നമുക്ക് കിട്ടുന്ന 24 മണിക്കൂറിൽ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട്, വളരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ടൈമിനെ യൂസ് ചെയ്യുക. ഇതാണ് ടൈം മാനേജ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? മെറിറ്റുകൾ എന്താ വെച്ചാൽ ഒന്ന് പ്രധാനമായിട്ടും സ്ട്രെസ്, നമുക്ക് സ്ട്രെസ് കുറയ്ക്കാം. റെഡ്യൂസ് ദി സ്ട്രെസ് ഇൻ ലൈഫ് ആൻഡ് നമ്മുടെ സ്റ്റഡി, നമ്മുടെ പഠനത്തിൽ നമ്മുടെ ലൈഫിന് സ്ട്രെസ് കുറയ്ക്കാം. അയ്യോ ഇനി അത് പഠിക്കാനില്ല, ഇത് പഠിച്ചു തീർക്കണ്ടേ എന്നുള്ള ഒരുപാട് ആങ്സൈറ്റിയും ഒരുപാട് സ്ട്രെസ്സും ഉണ്ട്. ഈ സ്ട്രെസ് കുറയ്ക്കാൻ നമുക്ക് ടൈം മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദെൻ എനർജി, ഇൻക്രീസ് യുവർ എനർജി, നമുക്ക് പഠിക്കാനുള്ള എനർജി വർദ്ധിപ്പിക്കാം. നമുക്ക് ഒരുപാട് ഒരു ടൈം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എനർജി, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇത്ര അധികം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇത് ഓരോ പഠനം കൂടുന്തോറും നമുക്ക് എനർജി കൂടിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഇൻക്രീസ് അവർ എനർജി, നമ്മുടെ പഠനത്തിന് പഠിക്കാനുള്ള എനർജി നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. രണ്ടാമത്. മൂന്നാമത് അച്ചീവിങ് യുവർ ഗോൾ മോർ എഫക്റ്റീവ്ലി എന്നാണ്. അച്ചീവ് യുവർ ഗോൾ മോർ എഫക്റ്റീവ്. നിങ്ങളുടെ ലക്ഷ്യം അത് എന്താ, ഒരു ജോലി നേടുക എന്നുള്ളതോ മറ്റെന്താവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ജോലി നേടുക, അത് വളരെ ഇഫക്റ്റീവ്ലി ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ലൈഫിലെ മറ്റെന്ത് കാര്യമാണെങ്കിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഇഫക്റ്റീവ്ലി നേടിയെടുക്കാൻ കഴിയുന്നത്. ആൻഡ് അക്കംപ്ലിഷ് മോർ ഇൻ ലെസ് ടൈം, അക്കംപ്ലിഷ് മോർ
ഇൻ ലെസ് ടൈം. കുറഞ്ഞ സമയത്ത് തന്നെ കൂടുതൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും, കുറഞ്ഞ സമയത്ത് തന്നെ കൂടുതൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടൈം മാനേജ്മെന്റ് മറ്റൊരു പ്രധാനമാണ്. അത് വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ്. ഓർക്കുക, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ കൂടുതൽ പഠിച്ചെടുക്കാനും കൂടുതൽ നേടിയെടുക്കാനും പറ്റുന്നതാണ് ടൈം മാനേജ്മെന്റ് മറ്റേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അക്കംപ്ലിഷ് മോർ ഇൻ ലെസ് ടൈം എന്നുള്ളതാണ് ഒന്നത്. ദെൻ അതോടൊപ്പം പ്രിയോറിറ്റൈസ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പ്രയോറിറ്റൈസ് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ അതിന് പ്രയോറിറ്റി കൊടുക്കാം. നിങ്ങൾ ടൈം മാനേജ്മെന്റ് വെച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതാണ് പ്രധാനപ്പെട്ടത് ഏതാണ് പ്രധാനമല്ലാത്തതെന്ന് തിരിച്ചറിയാൻ കഴിയില്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോകുന്നതിന് കാരണം നിങ്ങൾക്ക് പ്രിയോറിറ്റൈസിങ് ചെയ്യാൻ പറ്റുന്നില്ല. വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് നോട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏതാണ് പ്രധാനമല്ലാത്തത്, ഏതാണ് പ്രധാനപ്പെട്ടത്, ഏതാണ് പ്രധാനപ്പെട്ടതല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് വെച്ചാൽ നമുക്ക് ടൈം മാനേജ്മെന്റിനുള്ളിൽ ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് പ്രിയോറിറ്റൈസ് ചെയ്യാം, അതിന് പ്രിഫറൻസ് കൊടുക്കുക, അതിന് മുൻഗണന കൊടുത്ത് നമുക്കത് പഠിച്ചു തീർക്കാൻ കഴിയും. ദെൻ ബൂസ്റ്റിംഗ് യുവർ കോൺഫിഡൻസ്. നിങ്ങളുടെ കോൺഫിഡൻസിന് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം ഈ ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കാം. കാരണം ടൈം മാനേജ്മെന്റ് വയ്ക്കും നമ്മൾ ഇന്നത് പഠിക്കാൻ ഇത്ര സമയം വയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇത് പഠിച്ചു തീർക്കും. ഇങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ പഠിച്ചു തീർത്തല്ലോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർത്തല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീക്ക് നിങ്ങൾ ടൈം മാനേജ്മെന്റ് ഇന്ന ഒരു സബ്ജക്ട് പഠിച്ചെടുക്കുക, നിങ്ങൾ 1 വീക്ക് വെക്കുകയാണ്. അത് നിങ്ങൾ ഷെഡ്യൂൾ വെച്ചു. ആ ഷെഡ്യൂളിൽ പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടി. കാരണം അയ്യോ, ഞാൻ ഇത്ര ദിവസം പഠിച്ച് തീർക്കാൻ പറ്റാതെ എനിക്ക് ടൈം ടേബിൾ വെച്ച് ഈ ഷെഡ്യൂൾ വെച്ച് ആ ഷെഡ്യൂൾ പഠിച്ചു തീർക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള കോൺഫിഡൻസ്. ക്ലിയർ ചെയ്യോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടൈം മാനേജ്മെന്റുള്ള ഗുണങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ടൈം മാനേജ്മെന്റ് എന്നത് മിക്കവാറും എല്ലാവരും ഉപയോഗിക്കേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്ന ഒന്നാണ് ടൈം മാനേജ്മെന്റ് എന്നത്. ഇതിങ്ങനെ പറയാനും കാരണം മജോറിറ്റി ഓഫ് ദം ടൈം മാനേജ്മെന്റ് ഫോളോ ചെയ്യാറില്ല. മിക്കവാറും ജീവിതത്തിൽ ഒരുപാട് വിജയം നേടുന്ന ആളുകളും ഈ പരീക്ഷകൾ വിജയം നേടുന്ന ആളുകളും ടൈം മാനേജ്മെന്റ് ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ അത് മോസ്റ്റ് ഇഫക്റ്റീവ് കൊണ്ടുപോകുന്ന ആളുകൾ ഏകദേശം ഒരു 35% മാത്രമേ, ഒരു 35% മാത്രം ആളുകൾ മാത്രമേ ഈ ടൈം മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളോ അവർക്ക് എപ്പോഴും ഉയർന്ന വിജയം നേടുകയും ഉണ്ട്. അതുകൊണ്ടാണ് ടൈം മാനേജ്മെന്റ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ടൈം മാനേജ്മെന്റിന്റെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് എന്താണ് പറയുന്നത്, ഇൻക്രീസ് യുവർ എനർജി. നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. അതോടൊപ്പം തന്നെ അച്ചീവ് യുവർ ഗോൾ മോർ എഫക്റ്റീവ്ലി. നിങ്ങളുടെ ഗോൾ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ റെഡ്യൂസ് ദി സ്ട്രെസ് ഇൻ യുവർ ലൈഫ് ആൻഡ് സ്റ്റഡി. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളുടെ ലൈഫിലൊക്കെ സ്ട്രെസ് നിങ്ങൾക്ക് കുറച്ചെടുക്കും. നിങ്ങൾക്ക് പഠനമുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ പ്രൈവറ്റ് ജോലിക്ക് പോകുന്ന ആളുണ്ടായിരിക്കാം. ഇതൊക്കെ കൂടി ആകെ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് ഒക്കെ കുറക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് പ്രിയോറിറ്റൈസിങ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഏതാണ് പ്രധാനപ്പെട്ടത്, ഏതാണ് പ്രധാനമല്ലാത്തതെന്ന് പ്രിയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ടൈം മാനേജ്മെന്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇനി ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, എങ്ങനെ നമുക്ക് ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റെഗുലർ ഓഡിറ്റ് യുവർ ടൈം എന്നാണ്. റെഗുലർ ഓഡിറ്റിംഗ് യുവർ ടൈം എന്നാണ്. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കിയേ. ഒരു ദിവസം നിങ്ങൾക്ക് 24 hours കിട്ടുന്നു. ഈ 24 hours നിങ്ങൾ എത്ര മണിക്കൂർ കൃത്യമായി പഠിക്കുന്നുണ്ട്, വളരെ ഇഫക്റ്റീവിൽ എത്ര മണിക്കൂർ പഠിക്കുന്നത് നോക്കിയാൽ. ഒരു 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്നു അല്ലെ, 2 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ പ്രഭാത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, 2 മണിക്കൂർ ട്രാവലിംഗിന് ഉപയോഗിക്കുന്നു, അപ്പൊ 10 മണിക്കൂറായി. പിന്നെ എത്ര ഉണ്ട്, പിന്നെയും വരുന്നൊരു 14 മണിക്കൂർ. ഈ 14 മണിക്കൂർ നിങ്ങൾ പഠിക്കണ്ട, വേണ്ട ഒരു 12 hours 12 മണിക്കൂർ നിങ്ങൾക്ക് വിട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് ഉറങ്ങാനും എഴുന്നേൽക്കാനും പ്രഭാത കാര്യങ്ങൾക്കും ഭക്ഷണം കഴിക്കുന്ന യാത്രകൾ 12 മണിക്കൂർ മുഴുവൻ വിട്ടു. ബാക്കി 12 hours പകൽ കിട്ടുന്നത്. ഈ 12 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ട് വിട്ടുകള. അതിന്റെ ഒരു ഹാഫ് എടുക്കുന്നത് ഒരു 6 മണിക്കൂർ ഇഫക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിന്റെയും പകുതി എടുക്കുന്നത് 3 മണിക്കൂർ 3 hours ഇഫക്റ്റീവ് പഠിക്കുക. അതൊരു 40% ആളുകളും പഠിക്കുന്നത് 3 മണിക്കൂർ. ബാക്കി ആളുകൾ അപ്പൊ ഒരു ഈ പകല് 12 മണിക്കൂർ കിട്ടിയതിന്റെ ഒരു 50% 6 മണിക്കൂർ പോലും ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുമില്ല. അപ്പൊ നിങ്ങളുടെ ടൈമിനെ റെഗുലർ ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾ അതിനെ എന്തെങ്കിലും ഓഡിറ്റ് ചെയ്യണം. എവിടെയാണ് സമയം പോകുന്നത്, എത്ര സമയം ഞാൻ പഠിക്കുന്നുണ്ട്, എത്ര സമയം യാത്രകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, പ്രഭാത കാര്യങ്ങൾക്ക് എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാവലിംഗിന് വേണ്ടി എത്ര സമയം ഉപയോഗിക്കുന്നു, കൂട്ടുകാരുമായിട്ട് എത്ര സമയം ഉപയോഗിക്കുന്നു, അത് കൂടുതലാണോ, കൂട്ടുകാരുമായിട്ട് ചെലവഴിക്കുന്ന സമയം കൂടുതലാണോ, ഞാൻ സംസാരിച്ചിരിക്കുന്ന സമയം കൂടുതലാണ്, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അതിന് സമയം കൂടുന്നുണ്ടോ, 1/2 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കേണ്ട ന്യൂസ് പേപ്പർ ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് കട്ട് ചെയ്യണം. അത് അവിടെ ഓഡിറ്റിംഗ് നമ്മൾ ശ്രമിക്കുക. റെഗുലർ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പ്രഭാത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയം കൂടുതലാണോ, 1 മണിക്കൂറിന് കഴിയുന്നത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ആവുന്നത്, ഭക്ഷണം കഴിക്കാൻ 20 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് 1/2 മണിക്കൂർ 1 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ടോ. സോ നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. എന്തിനാണ് നമ്മൾ
ബിസിനസ്മാരൊക്കെ ഓഡിറ്റർമാരെ വെക്കുന്നത് അവർ കണക്ക് നോക്കാണ്. ഈ കണക്കിൽ എവിടെയാണ് പാളിച്ച, എവിടെയാണ് ലാഭം, എവിടെയാണ് നഷ്ടം എന്ന് അറിയാനാണ് ഓഡിറ്റിംഗ്. ഇതുപോലെ നിങ്ങളുടെ ടൈമിന് നിങ്ങൾ റെഗുലർ ആയിട്ട് ഓഡിറ്റിംഗ്, റെഗുലർ ഓഡിറ്റിംഗ് യുവർ ടൈം ഒന്നാമത്. ദെൻ രണ്ടാമത് റെഗുലർ പ്ലാനിങ് യുവർ ടൈം. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ റെഗുലർ ആയിട്ട് പ്ലാൻ ചെയ്യണം. റെഗുലർ പ്ലാനിങ് ഇല്ലെങ്കിൽ എന്താണ് സമയം? ഈ സമയം മൊത്തം ലോസ് ആയിരിക്കും. റെഗുലർ പ്ലാനിങ് ഇല്ലെങ്കിൽ നിങ്ങളുടെ സമയം മൊത്തം ലോസ് ആയിരിക്കും. കാരണം കാലത്ത് എഴുന്നേൽക്കുന്നു, അങ്ങോട്ട് അവിടെ ചെന്നിരിക്കുന്നു, ഇവിടെ ചെന്നിരിക്കുന്നു, പത്രം വായിക്കുന്നു, പത്രം വായിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്നു, കൂട്ടുകാരൻ വരുന്നു, കൂട്ടുകാരന്റെ കൂടെ പോകുന്നു, ഉറങ്ങുന്നു, നടക്കണം തോന്നുന്നു, നടക്കുന്നു, യാത്ര പോകണം തോന്നുന്നു. ടോട്ടലി ഒരു പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ട് ഈ സമയമെല്ലാം ലോസ് ആയി പോകുന്നു. സോ നിങ്ങൾ ഓരോ ദിവസവും റെഗുലർ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം. നാളെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? യാത്ര. നമുക്ക് പഠന സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. അവിടെ എത്ര മണിക്കൂർ ഉപയോഗിക്കാം? അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ടോ, അല്ലെങ്കിൽ കല്യാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷനോ പോകാനുണ്ടോ? പോയാൽ അവിടെ എത്ര സമയത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തണം? നിങ്ങൾ വളരെ ബിസി മാൻ ആയിട്ടുള്ള ആളുകളും വളരെ ബിസി ആയിട്ടുള്ള ആളുകളും ബിസിനസ്മാനും നമ്മൾ ഈ പൊളിറ്റീഷ്യന്മാരും അങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ നോക്കി എപ്പോഴും വാച്ച് നോക്കി ടൈം ഷെഡ്യൂളാണ് നമുക്ക്. ഓരോ സമയം ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്ന ഷെഡ്യൂളാണ് അത് ചെയ്യുന്നത്. ഷെഡ്യൂൾ ചെയ്ത് അവരത് ഉപയോഗിക്കുന്നുള്ളൂ. 1 മണിക്കൂർ കറക്റ്റ് 10 മണിക്കൂറും അരമണിക്കൂറോടെ സംസാരിക്കുന്നു പോകുന്നു. എന്തുകൊണ്ട് അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്? സോ ഇതുപോലെ നിങ്ങളുടെ ടൈമിന് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഓരോ ദിവസവും എഴുന്നേറ്റ് വൈകുന്നേരം രാത്രി നിങ്ങൾ ഉറങ്ങുന്ന വരെയുള്ള സമയം നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഓരോ ദിവസവും പ്ലാൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ സക്സസ് നേടുന്ന ആളുകളും വളരെ വലിയ വിജയം നേടുന്ന ആളുകളും വിദ്യാഭ്യാസത്തിലും പരീക്ഷകളും ഉയർന്ന വിജയം നേടുന്നവരും ക്ലിയർ പ്ലാൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ഓരോ സമയത്ത് വളരെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളും ഇതേപോലെ റെഗുലർ ഓഡിറ്റിംഗ് എന്ന് പോലെ റെഗുലർ പ്ലാൻ ചെയ്യണം. നാളെ കാലത്ത് എഴുന്നേറ്റാൽ എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്ര സമയത്ത് നമ്മൾ ഇതിന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ എത്ര മണി, പത്രം വായിക്കുന്ന എത്ര സമയം ഉപയോഗിക്കണം, അത് കഴിഞ്ഞാൽ തിരിച്ചു വരണം, ഇന്ന സമയത്ത് പോകണം, ഇന്ന സമയത്ത് പഠിക്കാൻ തുടങ്ങണം. അങ്ങനെയുള്ളൊരു പ്ലാനിങ് അവസാനം കിടക്കുന്നത് വരെ ബെഡിലേക്ക് പോകുന്ന സമയം വരെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നീ പറഞ്ഞ കറക്റ്റ് ഓഡിറ്റിംഗ്, റെഗുലർ ഓഡിറ്റിംഗ് യുവർ ടൈം, റെഗുലർ പ്ലാനിങ് യുവർ ടൈം. ദെൻ തേർഡ് വൺ, മൂന്നാമത് പ്രിയോറിറ്റി എന്ന സംഭവമാണ്. പ്രിയോറിറ്റൈസിങ് എന്ന സംഭവം എന്ന് വെച്ചാൽ പ്രിയോറിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏതാണ് പ്രധാനപ്പെട്ടത്, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രിയോറിറ്റൈസ് നിങ്ങൾ കൊടുക്കണം. എന്ന് വെച്ചാൽ അവിടെ 4 കാറ്റഗറി നമുക്ക് പ്രിയോറിറ്റി. ഒന്ന് മോസ്റ്റ് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് എന്നറിയാം. ഒരു ഫാക്ട് ഒന്നും ഈ പ്രിയോറിറ്റൈസിങ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് 4 കാറ്റഗറി. ഒന്ന് മോസ്റ്റ് അർജന്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. വളരെ അർജന്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എങ്കിൽ അത് അപ്പൊ തന്നെ നമ്മൾ ചെയ്തു തീർക്കും. ദാറ്റ് മീൻസ് ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതോടൊപ്പം അത് അർജന്റ് ആണെങ്കിൽ അത് ചെയ്തേ പറ്റും. അതുപോലെ വൈകുന്നേരത്ത് വെക്കാൻ പാടില്ല, ഉച്ചയ്ക്ക് വെക്കാൻ പാടില്ല, അത് ഇപ്പൊ തന്നെ നമ്മൾ ചെയ്തു. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് എന്ന് പറയുന്നത്, അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ്. അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല, അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ അർജന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതും നമ്മൾ അപ്പൊ തന്നെ ചെയ്തു തീർക്കണം. അത് പിന്നേക്ക് വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറില്ല അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ ചെയ്യണം എന്ന് പറയില്ലേ, അതേപോലെ തന്നെ അർജന്റ് ആണ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ്. ആദ്യം പറഞ്ഞത് മോസ്റ്റ് അർജന്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, അത് ആ സമയത്ത് ചെയ്തേ പറ്റും. അത് കാരണം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ് അർജന്റ് ആണ്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അർജന്റ് ആണ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ് അല്ല പക്ഷെ അർജന്റ് ആണ്. അർജന്റ് ആയതുകൊണ്ട് അത് അപ്പൊ തന്നെ ചെയ്തു തീർക്കണം. ഇതാണ് രണ്ടാമത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് അർജന്റ്. ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അർജന്റ് അല്ല. ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അത് അർജന്റ് അല്ല. അപ്പൊ നമുക്ക് എന്താ ഇപ്പൊ തന്നെ ചെയ്യണമെന്നില്ല, വൈകിട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം, കുഴപ്പമില്ല. കാരണം ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അർജന്റ് അല്ല, അതുകൊണ്ട് ഇപ്പൊ ചെയ്യണ്ട. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ്. ഇമ്പോർട്ടന്റും അല്ല അർജന്റും അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിലേക്ക് വെച്ചാലും കുഴപ്പമില്ല. ക്ലിയർ ആയത്? ഞാൻ പറഞ്ഞല്ലേ പ്രിയോറിറ്റൈസ് ചെയ്യുന്ന സംഭവം ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് എന്താണ് പ്രിയോറിറ്റി കൊടുക്കുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രിയോറിറ്റി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ കറണ്ട് അഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇന്ന് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ നാളെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു ക്ലാസ്സിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തരംതിരിക്കും. പലപ്പോഴും പല ക്ലാസ്സിലും കുട്ടികൾ പറയുന്നത് ചില പഠിക്കുന്ന ടോപ്പിക് എടുത്താൽ അയ്യോ സാറേ നിങ്ങൾക്ക് നാളെ എക്സാം ഉണ്ട്. അപ്പൊ അതെന്താണ്? അപ്പൊ അവർ പറയും ഇന്ന് വേണ്ട സാറേ, നാളെ നമുക്ക് എക്സാം വെച്ചാൽ അതുകൊണ്ട് പഠിക്കണം. സോ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോർ അർജന്റ് ആണ്. അപ്പൊ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് അർജന്റ് എന്നുള്ളത് അപ്പൊ തന്നെ ചെയ്തു തീർക്കാം. ഇനി അടുത്ത ഞാൻ പറഞ്ഞതാണ് അർജന്റ് ആണ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ അപ്പൊ തന്നെ ചെയ്ത്. അങ്ങനെയുള്ളത് നമ്മൾ അന്ന് തന്നെ പഠിച്ചു തീർക്കണം, ആ സമയത്ത് തന്നെ പഠിച്ചേക്കണം. അടുത്ത പറഞ്ഞത് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ്. ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അർജന്റ് അല്ല.
അപ്പൊ നമുക്ക് ഇപ്പൊ പഠിക്കേണ്ട ബാക്കിലേക്ക് നീക്കി വെക്കാം. നാലാമത് പറഞ്ഞത് നോട്ട് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ്. ഇത് ഇമ്പോർട്ടന്റ് അർജന്റ് അല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറൈസേഷൻ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഈ 4 കാറ്റഗറൈസേഷൻ നമ്മൾ മനസ്സിലായി ഇത് എഴുതി വെച്ച് പഠിക്കുന്ന നിർബന്ധം. മനസ്സിലായിട്ട് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കി നമുക്ക് അതിൽ പ്രിയോറിറ്റൈസ് കൊടുക്കാം. ഇന്നത് ഇന്ന് പഠിച്ചേ പറ്റൂ, ഇന്നത് വൈകിട്ട് പഠിക്കാം, ഇന്നത് നാളെ പഠിക്കാം. പ്രിയോറിറ്റി എന്ന സംഭവം കൂടി. അപ്പൊ നിങ്ങൾ ടൈമിനെ റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു പ്രിയോറിറ്റി കൊടുക്കണം. സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. ഏത് സമയത്ത് നമ്മൾ ഇത് ചെയ്യണം എന്നുള്ള ഒരു പ്രിയോറിറ്റി കൊടുക്കണം. ഇനി നാലാമത്തെ ഒന്നുള്ളത് ഏർലി സ്റ്റഡിയാണ്. ഏർലി സ്റ്റഡി എന്ന് വെച്ചാൽ വളരെ നേരത്തെ എഴുന്നേറ്റ് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. 24 മണിക്കൂർ കിട്ടുന്നത്. 24 മണിക്കൂർ കിട്ടിയിട്ട് 8 മണി വരെ 9 മണി വരെ കിടന്ന് ഉറങ്ങുന്നു. അത് കഴിഞ്ഞ് പ്രഭാത കാര്യങ്ങളെ കഴിഞ്ഞ് ചാടി പടഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചു വരുന്നു. ഇത് കഴിഞ്ഞിട്ട് അവസാനം പഠിക്കാൻ സമയം കിട്ടാതെ എനിക്ക് പഠിക്കാൻ സമയമൊന്നുമില്ല. മിക്കവാറും കുട്ടികളുടെ ഒരു കംപ്ലൈന്റ് ആണ്, പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ കിട്ടുന്ന സമയം എവിടെ പോകുന്നത്? ഈ 24 hours എവിടെ പോകുന്നത്? എല്ലാവരും പറയുന്നതാണ് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ കിട്ടുന്ന 24 hours അവിടെ പോകും. നിങ്ങൾ ഓർമ്മിക്കുക, പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും, ജയിക്കുന്ന കുട്ടികളും ജയിക്കാത്ത കുട്ടികളും, ജോലി കിട്ടുന്നവരും ജോലി കിട്ടാത്തവർക്കും എല്ലാവർക്കും 24 hours അല്ലേ ഒരു ദിവസം കിട്ടുന്നത്. എല്ലാവർക്കും 24 hours ആണ് കിട്ടുന്നത്. നിങ്ങളുടെ ബുദ്ധി ഈക്വൽ ആണ് അല്ലെ, ഈക്വൽ ബുദ്ധിയാണ്. നിങ്ങളുടെ ഫാമിലി ആൻഡ് സോഷ്യൽ അറ്റ്മോസ്ഫിയറും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചിലർക്കുള്ളത് ചിലർക്കില്ല എന്ന് മാത്രമല്ല, ചിലർക്ക് ഉണ്ടാകുന്നത് ചിലർക്കില്ല. ഈ രീതിയിലെ മാറ്റങ്ങൾ മാത്രമേ വരുന്നു. ബാക്കി എല്ലാ സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടും സെയിം ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റലിജൻസ് സെയിം ആണ് അല്ലെ. അതോടെ നിങ്ങൾ പഠിക്കുന്ന സോഴ്സ് ആൻഡ് മെറ്റീരിയൽസ്, നിങ്ങൾ പഠിക്കുന്ന അതേ സബ്ജക്റ്റുകളും അതേ ഫാക്റ്റുകൾ തന്നെയാണ് അപ്പുറത്തും പഠിക്കുന്നത് അല്ലെ. നിങ്ങളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക 1947 ഓഗസ്റ്റ് 15 കിട്ടും. ഇത് തന്നെയല്ലേ അപ്പുറത്ത് പഠിക്കുന്ന കുട്ടികൾ. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന അതേ ജോഗ്രഫിയും അതേ സയൻസിനല്ലേ അവരും പഠിക്കുന്നത്. നിങ്ങൾ വാങ്ങുന്ന അതേ ഗൈഡുകളും അതേ ബുക്കുകളും തന്നെയല്ലേ അവരും വാങ്ങുന്നത്. അപ്പോൾ ഓൾ ആർ ഈക്വൽ, എല്ലാം ഈക്വൽ ആണ്. അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് കിട്ടുന്ന സമയത്ത് ശരിയായിട്ട് ഉപയോഗിക്കുക. ടൈം മാനേജ്മെന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി നിങ്ങളുടെ അതേ ഇന്റലിജൻസ് ആണ്, നിങ്ങളുടെ അതേ ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങളുടെ അതേ സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്, നിങ്ങളുടെ അതേ ഇന്റലിജന്റ് ആണ് എന്ന് ഓർത്തിരിക്കുക. സോ ടൈം മാനേജ്. അപ്പൊ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ടൈം മാനേജ്മെന്റ്. അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് നമ്മുടെ കയ്യിൽ ഒതുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഏർലി സ്റ്റഡി, വളരെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം. പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറയും പുലർച്ചെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം, അതാണ് നല്ല സമയം, അപ്പോഴേ തലയിൽ കൂടുതൽ കയറുന്നൊക്കെ പറയല്ലേ. അപ്പൊ തലയിൽ കൂടുതൽ കയറുക എന്ന് ഉദ്ദേശിക്കുന്നത് പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നതുകൊണ്ട് തലയിൽ ആ അറ്റ്മോസ്ഫിയർ കൂടി ശരിയായിരിക്കണം. ക്ലിയർ അല്ലേ? പൊതുവെ ഏർലി മോർണിംഗ് എപ്പോഴും വളരെ സൈലന്റ് ആയിരിക്കും, നല്ലൊരു മൂഡായിരിക്കും, നല്ലൊരു കാലാവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ ശ്രമിക്കണം. 6 മണിക്കും ശേഷം ഒരിക്കലും നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. 6 AM 6 മണിക്ക് ശേഷം നിങ്ങൾ ഉറങ്ങാനേ പാടില്ല. 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് ജോഗിന് പോകുന്ന ആളുകൾ ഒന്ന് വാം ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, ചെറിയ നടത്തൊക്കെ ആകാം. അതിനുശേഷം നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം. കാരണം ആ കിട്ടുന്ന സമയം മോർണിംഗിൽ നമുക്ക് കിട്ടുന്ന സമയമാണ്, അതാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നിങ്ങൾ പുറത്ത് തൊഴിലെടുക്കുന്ന സ്ഥലങ്ങൾ നോക്കുക, ബിസിനസ് മേഖലകളിലും അല്ലെങ്കിൽ കൂലി പണികളുള്ള ആളുകളും ഒക്കെ നോക്കുക. ആ മോർണിംഗിൽ കിട്ടുന്ന സമയം അതാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം പണികളൊക്കെ വളരെ മെല്ലെ പോകും, ഉറക്കം തൂങ്ങിയിട്ടും മെല്ലെയും നടന്നിട്ടൊക്കെ പോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെയാണ്. പഠിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏർലി മോർണിംഗ് ആണ്. അല്ലാതെ ഏർലി മോർണിംഗ് പഠിച്ചുകൊണ്ട് തലയിൽ കൂടുതൽ കയറുമെന്നൊന്നുമില്ല. നമുക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഏർലി മോർണിംഗ്. അപ്പൊ വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് നമ്മുടെ മൈൻഡും ശരീരമൊക്കെ ഫിറ്റ് ആക്കണം. അതിന് ജോഗിങ്ങോ അല്ലെങ്കിൽ എക്സസൈസുകളോ പുറത്തു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷനോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അത് നമ്മൾ മറ്റു ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അതും ചെയ്യാം. എന്നിട്ട് ഏർലി മോർണിംഗ് പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ റെഗുലർ ഓഡിറ്റിംഗ് വേണം, പ്ലാനിങ് വേണം, പ്രിയോറിറ്റി വേണം, ആൻഡ് ഏർലി മോർണിംഗ് വേണം. ഏർലി മോർണിംഗ് എടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ടൈമിന് നമ്മുടെ കയ്യിൽ കിട്ടൂ, അല്ലെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ നഷ്ടപ്പെടും. ഇനി അടുത്തെന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ഈസി സ്റ്റഡി ഫസ്റ്റ് എന്നാണ്. സിമ്പിൾ ആൻഡ് ഈസി സ്റ്റഡി ഫസ്റ്റ് എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ടുള്ളതും ആദ്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും വളരെ എളുപ്പം തോന്നുന്നതും വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ആദ്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അതാണ് മറ്റൊരു മെത്തേഡ്. അല്ലെങ്കിൽ ഇവിടെയും നമുക്ക് സമയം കുറെ വേസ്റ്റ് ആകും. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ വളരെ ടഫ് ആയിട്ടുള്ളതും പഠിക്കാൻ ബോറടിക്കുന്നതും പഠിക്കാൻ വെറുപ്പ് തോന്നുന്നതുമായ സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കടിച്ചു പിടിച്ച് നമ്മുടെ സമയം കുറെ വേസ്റ്റ് ആകും. സോ നമുക്ക് താല്പര്യം തോന്നുന്ന, ഏറ്റവും എളുപ്പം തോന്നുന്ന, ഏറ്റവും ഈസി എന്ന് തോന്നുന്നത് ആദ്യം തെരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പലപ്പോഴും ചില കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്, ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ടഫ് ആണെന്ന് തോന്നാറുണ്ട്, അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് തോന്നാറ്. അങ്ങനെ മാറ്റിക്കുക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ തോന്നുക, നിങ്ങൾക്ക് ഏതാണോ ഈസി എന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ ആദ്യം എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ ഈസി ആൻഡ് സിമ്പിൾ ഫസ്റ്റ് സ്റ്റഡി. ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും തോന്നുന്നു ആദ്യം പഠിച്ചിരിക്കുക. ഇനി അടുത്ത ഒന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് സ്റ്റഡി. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം എടുത്ത് പഠിക്കുക. അപ്പൊ അവിടെ രണ്ടും കൂടി തമ്മിൽ കോൺട്രാഡിക്ഷൻ വരും.
ഏറ്റവും പ്രധാനപ്പെട്ട ചിലപ്പോൾ ടഫാകാം, നമുക്ക് ഈസി ആയിട്ട് തോന്നാറില്ല, അങ്ങനെ വരാം. അങ്ങനെ വന്നാൽ നമുക്ക് സ്കോറിംഗ് സബ്ജക്റ്റും കൂടി നമ്മൾ നോക്കണം. നിങ്ങൾ പഠിക്കുന്ന എക്സാമിന് ഏറ്റവും സ്കോറിംഗ് സബ്ജക്റ്റ് ആയിരുന്നു, അതിന് നിങ്ങൾ ഇഷ്ടപ്പെടുകയല്ലാതെ വേറെ മാർക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, സ്കോറിംഗ് സബ്ജക്റ്റ് ആണ്. അപ്പൊ രണ്ടാമത് അവിടെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ അത് നമ്മൾ ആദ്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് സ്കോറിംഗ് സബ്ജക്റ്റുകളാണ്, കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് ഈ ഭാഗത്താണ്, കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതാണോ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ഈസി ആൻഡ് ഫസ്റ്റ് സ്റ്റഡി എന്നുള്ളത് ഓർത്ത്, ഈസി ആൻഡ് സിമ്പിൾ എന്നുള്ള ഫസ്റ്റ് സ്റ്റഡി, അതിനോടൊപ്പം തന്നെ ഓർത്ത് നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ അത് ആദ്യം എടുത്ത് പഠിക്കുക. പിന്നെ അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്, വിച്ച് ഈസ് മോസ്റ്റ് ലൈക്ക് യു, ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആദ്യം തെരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആയില്ലോ? ഇതെല്ലാം ഇതിന്റെ കൂടെ കുടിച്ചാൽ എങ്കിൽ നമുക്ക് സമയം കുറെ ലാഭിക്കാൻ പറ്റുന്നു. ഇനി അതിനോടൊപ്പം തന്നെ മറ്റൊന്നുണ്ട്, ടൈം കോമ്പൻസേഷൻ. ടൈം കോമ്പൻസേഷൻ, നിങ്ങൾ ടൈമിനെ കോമ്പൻസേറ്റ് ചെയ്ത് പഠിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും 2 മണിക്കൂറോ 3 മണിക്കൂറോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, മിനിമം 2 മണിക്കൂറോ 3 മണിക്കൂറോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഇന്നൊരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങൾ 4 മണിക്കൂർ പഠിക്കണം. സമയം കണ്ടെത്തി 4 മണിക്കൂർ പഠിക്കും. അല്ലാതെ എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കുന്ന കുട്ടി 4 ദിവസം പഠിച്ചില്ല, ഇന്നും നാളെ മറ്റൊന്നും പഠിക്കുന്നില്ല, എന്നിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റ് 2 മണിക്കൂർ പഠിച്ചാൽ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകില്ല. ടൈം കോമ്പൻസേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്നും 2 മണിക്കൂർ പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഇന്നും 4 മണിക്കൂർ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇന്ന് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങൾ ആ സമയം അവിടെ കോമ്പൻസേറ്റ്, അവിടെ നിങ്ങൾ പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തണം. എങ്ങനെ സമയം കണ്ടെത്തി നിങ്ങൾ ആ ടൈമിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ആ രീതിയിൽ ടൈം കോമ്പൻസേറ്റ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കുക. എന്ന് വെച്ചാൽ ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞുതരാം. എന്നും 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 100 ചോദ്യം പഠിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് 2 മണിക്കൂർ കൊണ്ട് 100 ചോദ്യം പഠിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് 2 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിൽ നാളെ 2 മണിക്കൂർ പഠിച്ചാൽ മതി. പക്ഷെ നാളെ നിങ്ങൾ 200 ചോദ്യം പഠിക്കാൻ ശ്രമിക്കണം. അതാണ് ടൈം കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ടൈം കോമ്പൻസേറ്റ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? എന്നും 2 മണിക്കൂർ പഠിക്കുന്ന നിങ്ങൾ ഇന്ന് 2 മണിക്കൂർ പഠിച്ചില്ലെങ്കിൽ നാളെ 4 മണിക്കൂർ പഠിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും 2 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് തന്നെ 200 ചോദ്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. നമ്മൾ 100 മീറ്റർ ഓട്ടം കണ്ടിട്ടില്ലേ? ആദ്യം 15 സെക്കൻഡ് കൊണ്ടാണ് ഓടിയിരുന്നത്. ആദ്യം 15 സെക്കൻഡ് കൊണ്ടാണ് 100 മീറ്റർ ഓടുന്നത്. അവന്റെ സ്പീഡ് കൂട്ടി, ഫാസ്റ്റ് റണ്ണിങ് കൂടിയപ്പോൾ എന്തായി? അത് 14 സെക്കൻഡിലേക്ക് മാറി. അപ്പോഴും ഓട്ടം എത്ര തന്നെ? 100 മീറ്റർ തന്നെയാണ്. വീണ്ടും അവന്റെ സ്പീഡ് കൂട്ടി, ഫാസ്റ്റ് റണ്ണിങ്, അത് 13 സെക്കൻഡായി, 12 സെക്കൻഡായി. അപ്പോൾ എന്താണ് ആ 100 മീറ്റർ ഓട്ടം തന്നെ. അപ്പൊ ഇതുപോലെ നമ്മൾ ടൈമിനെ കോമ്പൻസേറ്റ് ചെയ്ത് പഠിക്കാം. അതുകൊണ്ട് ഫാസ്റ്റ് റീഡിങ്, അതോടൊപ്പം നോട്ട് ചെയ്യേണ്ടതാണ് ഫാസ്റ്റ് റീഡിങ് ആൻഡ് ഫാസ്റ്റ് റൈറ്റിംഗ്. നമ്മൾ എഴുതുകയാണെങ്കിലും വായിക്കുകയാണെങ്കിലും പഠിക്കണം. എത്രത്തോളം സ്പീഡിൽ എഴുതാൻ പറ്റും അത്രത്തോളം സ്പീഡിൽ എഴുതണം, അത്രത്തോളം സ്പീഡിൽ നമ്മൾ പഠിക്കണം. എന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ എഴുതുമ്പോൾ, വളരെ സ്പീഡിൽ പഠിക്കുമ്പോൾ എന്തുണ്ടാവുക? നമ്മുടെ മൈൻഡിൽ നിന്ന് വളരെ സ്പീഡ് കൂടും. മൈൻഡ് സ്പീഡ് കൂടുമ്പോൾ നമ്മുടെ മൈൻഡും ഷാർപ്പ്നെസ് ആകും. മൈൻഡിന് വളരെ ഗ്രാസ്പിംഗ് പവർ കിട്ടും. അതോടൊപ്പം നമ്മളെ എക്സ്പ്രസീവ് പവർ ഒക്കെ നമുക്ക് കിട്ടും, മൈൻഡിൽ കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞ ഓട്ടക്കാരന്റെ എടുത്താൽ മതി, എത്രത്തോളം സ്പീഡിൽ ഓടുന്നു അത്രത്തോളം അവന്റെ മൈൻഡ് കൂടുന്നു. അത് അവന് സമയം ലാഭിക്കും. അവൻ 15 സെക്കൻഡ് കൊണ്ട് ഓടിയത് പിന്നെ 14 സെക്കൻഡ് ഫാസ്റ്റ് കൂടുന്നു. ഫാസ്റ്റ് കിട്ടുമ്പോൾ 14 സെക്കൻഡായി, 13 സെക്കൻഡ്, 12 സെക്കൻഡ്. ഇതുപോലെ നിങ്ങളുടെ പഠനം വളരെ സ്പീഡപ്പ് ആക്കണം. 6 മണിക്കൂർ പഠിച്ചു എന്ന് വെച്ചാൽ 6 മണിക്കൂറും ബുക്കും വെച്ചിരുന്ന് മെല്ലെ വായിച്ചാൽ ആമഴ എന്നതുപോലെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം കിട്ടിയിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായാം? 6 മണിക്കൂറോ 12 മണിക്കൂറോ ബുക്ക് എടുത്ത് വെച്ചിരുന്ന് വളരെ മെല്ലെ, ചില കുട്ടികളൊക്കെ ബുക്ക് എടുത്ത് വായിച്ച് വളരെ ആയം പാടി അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം സ്പീഡിൽ പഠിക്കാം. അല്ലാതെ 6 മണിക്കൂർ ഈ ബുക്ക് വെച്ച് കഴിഞ്ഞിരുന്ന് 6 മണിക്കൂർ ഇരുന്നിട്ട് ആകെ 2 പേജേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ടൈം ലോസ് ആവണം. അവിടെ നമ്മൾ ടൈം മാനേജ് പറ്റുന്നില്ല, ആ ടൈം ലോസ് ആവണം. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന സമയം മോസ്റ്റ് എഫക്റ്റീവ്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഫാസ്റ്റ് റീഡിങ് ആൻഡ് ഫാസ്റ്റ് റൈറ്റിംഗ്, ദാറ്റ് മീൻസ് ഫാസ്റ്റ് സ്റ്റഡി. ക്ലിയർ ആയി? ഇതുകൊണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ടൈം ലാഭിക്കാം, ഒരുപാട് സമയം കിട്ടി. ടൈം മാനേജ്മെന്റ് നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടൈം ഉപയോഗിക്കാൻ പറ്റും, ടൈമിന് കിട്ടും. രണ്ടാമത്, വളരെ സ്പീഡിൽ വായിക്കുമ്പോൾ, വളരെ സ്പീഡിൽ പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പോൾ നമ്മുടെ മൈൻഡിന് ഗ്രാസ്പിംഗ് പവർ കൂടും. മൈൻഡ് വളരെ ഷാർപ്പാവുമ്പോൾ ഗ്രാസ്പിംഗ് പവറും പ്രസന്റിംഗ് പവറും കൂടും. അത് നമ്മുടെ മെമ്മറിയെ കൂടുതൽ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഫാസ്റ്റ് റീഡിങ് ആൻഡ് ഫാസ്റ്റ് സ്റ്റഡി. ക്ലിയർ ആയിരിക്കും? ഓക്കെ ഫൈൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്നൊരു സംഭവം കൂടി കിടക്കണം. ഇൻട്രസ്റ്റ് സ്റ്റഡി, വളരെ താല്പര്യത്തോടു കൂടി പഠിക്കണം. വളരെ താല്പര്യത്തോടു കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ കാര്യങ്ങളൊക്കെ നിൽക്കൂ എന്നുള്ള കാര്യം പറഞ്ഞു. വളരെ താല്പര്യത്തോടു കൂടി പഠിക്കണം. നിങ്ങൾ ഓർക്കുക, പലപ്പോഴും പല താല്പര്യമുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു തവണ വായിക്കുമ്പോഴേക്കും നമുക്ക് അത് മനസ്സിലേക്ക് നിൽക്കാറുണ്ട്. താല്പര്യമില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലേക്കാറില്ല. ഇനി താല്പര്യമുള്ള കാര്യങ്ങൾ തന്നെ താല്പര്യമില്ലാത്ത സമയത്താണ് പഠിക്കുന്നത്, അപ്പോഴും കയറാറില്ല. പറഞ്ഞു മനസ്സിലായി? താല്പര്യമുള്ള കാര്യങ്ങൾ തന്നെ താല്പര്യമില്ലാത്ത സമയത്താണ് നിങ്ങൾ സ്റ്റഡി ചെയ്തെങ്കിൽ അതും തലയിൽ കയറില്ല. അപ്പൊ അതുകൊണ്ട്
മാക്സിമം നമ്മൾ ഇതിന് താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. താല്പര്യമുള്ള സമയത്തെ ഉണ്ടാക്കണം, താല്പര്യമുള്ള വിഷയങ്ങൾ ഉണ്ടാക്കണം. ആ വിഷയങ്ങളിൽ നമ്മൾ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വളരെ താല്പര്യത്തോടുകൂടി ഇൻട്രസ്റ്റോടു കൂടി പഠിച്ചെങ്കിൽ മാത്രമേ തലയിൽ കയറൂ. ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. ഫോഴ്സ് ചെയ്ത് പഠിച്ചാൽ അത് തലയിൽ നിൽക്കില്ല, അത് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും. അപ്പൊ വളരെ താല്പര്യത്തോടു കൂടി മേക്ക് ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്താണ് പഠിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നത്, ഹിസ്റ്ററി അവിടെ നമ്മൾ ചന്ദ്രഗുപ്ത മൗര്യൻ, അശോകൻ പറയുന്നു, അക്ബർ പറയുന്നു, ഇവരൊക്കെ ആരാണ്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അവർ യുദ്ധം ചെയ്തിരുന്നോ, എന്തായിരുന്നു, ഇതിനെക്കുറിച്ച് കുറെ ചോദ്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സെൽഫായിട്ട് നമ്മൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ അത് കണ്ടെത്തണം എന്നുള്ള ഒരു ഒരരിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകും. സോ നമ്മുടെ മനസ്സിൽ വളരെ വളരെ മെല്ലെ 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 താല്പര്യം വർദ്ധിക്കും. ഇദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു, ഈ രീതിയിൽ താല്പര്യം ഉണ്ടാകും. അങ്ങനെ നമ്മൾ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ സബ്ജക്ട്, അപ്പൊ നിങ്ങൾ പഠിക്കുന്ന എന്താ പറയുക, ഹിസ്റ്ററിയുടെ, ജോഗ്രഫിയുടെ, ഇനിയിപ്പോൾ നിങ്ങൾ ബയോളജി ആണെങ്കിൽ അവിടെ നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ച് പറയുന്നു, രോഗങ്ങളെ കുറിച്ച് പറയുന്നു. ഈ രോഗം ഇപ്പോൾ കോവിഡ് ഉണ്ടാകാനുള്ള വൈറസ് ഏതാണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് പകരുന്നത്, ഇങ്ങനെ നിങ്ങൾ സ്വയം കുറെ ചോദ്യങ്ങൾ, പഠിക്കുന്ന സബ്ജക്ട് ഏതാണോ നിങ്ങൾ ഓടിച്ചെന്നൊരു ബുക്ക് എടുത്ത് പഠിക്കരുത്. ആ ബുക്ക് എടുത്ത്, ആ കണ്ടന്റ് എടുത്ത് വായിച്ച്, ആ ടോപ്പിക് എടുത്ത് നോക്കി ഇത് എന്താണ്, ഏതാണ് എന്ന് ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളൊരു ബുക്ക് എടുത്ത് പേജ് കുറയ്ക്കുമ്പോൾ ആദ്യം കാണുന്ന കണ്ടന്റ് എന്താണ്, ഓടിച്ചെന്ന് വായിക്കുന്ന ആ കണ്ടന്റിനെ കുറിച്ച് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ആലോചിച്ചു. ഈ കണ്ടന്റ് എന്താണ്? നമ്മൾ പഠിക്കുന്ന ഡിസീസ് ആൻഡ് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ കൊണ്ടുള്ള ഡിസീസും. അപ്പൊ ഈ രോഗങ്ങൾ ഉണ്ടെന്ന് വൈറ്റമിൻസിന് കുറവാണോ, കൂടുതലുണ്ടാണോ, ഏതൊക്കെ രോഗങ്ങളാണ്, അങ്ങനെ ഒരു 4-5 മിനിറ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റ് വരും. ഇതെന്താണ്, ഏതാണ് ചോദ്യങ്ങൾ മനസ്സിൽ വരും. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം കണ്ടെത്താനുള്ള ത്വര വരും. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ്. അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആകണം. യു മസ്റ്റ് ബി ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട് വിച്ച് യു സ്റ്റഡി. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്, അതിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആകണം. അപ്പൊ ഇൻട്രസ്റ്റ് നമുക്ക് അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ദെൻ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ജോലി കിട്ടിയാൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഒരു 5 അക്ക നമ്പറുള്ള സാലറി കിട്ടുന്നു, 5 അക്ക നമ്പറുള്ള സാലറി കിട്ടുന്നു, എക്സിക്യൂട്ടീവ് പോസ്റ്റ് കിട്ടുന്നു. ആ എക്സിക്യൂട്ടീവ് പോസ്റ്റിലൂടെ കിട്ടുന്ന പവർ കിട്ടുന്നു. നിങ്ങൾക്ക് നാട്ടിലും വീട്ടിലും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളും മറ്റും കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു സെൽഫ് പ്രൗഡ്നെസ്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു അഭിമാനം, നാട്ടിൽ കിട്ടുന്ന ഡിഗ്നിറ്റി, സ്റ്റാൻഡേർഡ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു ഫ്യൂച്ചർ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഹോം, ഫാമിലി, ഇതൊക്കെ ഉണ്ടാകുന്ന ആ ഫ്യൂച്ചറിനെ കുറിച്ച്, ആ ടോട്ടലി ജോലി കിട്ടിയാൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ ഡേ ഡ്രീംസ്, നിങ്ങൾ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജോലി കിട്ടിയാൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ നിന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് നിങ്ങൾ ഒരു പോസിറ്റീവ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അത് പിന്നീട് മറ്റു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഒരു പോസിറ്റീവ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടികളും പഠനം ആഗ്രഹിക്കുന്ന കുട്ടികളും ജോലി ആഗ്രഹിക്കുന്ന കുട്ടികളും എപ്പോഴും പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ഒരു സർക്കിൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അവരുമായി എപ്പോഴും കോൺടാക്ട് നടത്തുക. പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ, ജോലി കിട്ടണമെന്ന് എപ്പോഴും തീവ്രമായി ആഗ്രഹിക്കുന്ന കുട്ടികൾ, നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്കൽറ്റീസ്, നിങ്ങൾ ആ ഫാക്കൽറ്റീസ്, നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന പാരന്റ്സോ മറ്റു റിലേറ്റീവ്സോ മറ്റു ഫ്രണ്ട്സുകളോ ആരാണ്, അവരുമെല്ലാം ഉൾപ്പെടുന്ന ഒരു പോസിറ്റീവ് സർക്കിൾ, ഒരു മാസ്റ്റർ മൈൻഡ് സർക്കിൾ എന്ന് പറയാം. ആ ഒരു മാസ്റ്റർ മൈൻഡ് സർക്കിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അവരുമായി എപ്പോഴും കോൺടാക്ട് നടത്തുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു താല്പര്യത്തോടു കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലയിൽ കയറൂ. അപ്പൊ അങ്ങനെ താല്പര്യത്തോടു കൂടി പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ടൈം നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആകും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് വെക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 24 hours നമുക്ക് കിട്ടുന്ന ഒരു 24 മണിക്കൂർ, ആ 24 മണിക്കൂർ ഒരുപാട് സമയത്ത് നമുക്ക് ഇഫക്റ്റീവായി പഠിക്കാം. ഇനി ഇഫക്റ്റീവായി പഠിക്കാൻ ഇതിന്റെ കൂടെ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇങ്ങനെ മാത്രം പോരാ, നമുക്ക് എവിടെയൊക്കെ പഠിക്കാം, എങ്ങനെയൊക്കെ പഠിക്കാം. ഒന്ന്, സ്റ്റഡി അറ്റ് ട്രാവലിംഗ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പഠിക്കാം. നിങ്ങൾക്ക് ബസ്സുകളോ മറ്റു യാത്രകളോ ഒരുപാട് യാത്രകൾ, ഈ യാത്രകളിൽ നിന്ന് പഠിച്ചാൽ ഒരുപാട് സമയം ഉപയോഗിക്കാം. അപ്പൊ ഇതിനൊരു രീതി എന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ എങ്ങനെ ബസ്സിൽ എങ്ങനെ ബുക്ക് തുറന്ന് പഠിക്കാം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കുക. നിങ്ങൾ പഠിക്കുന്ന ഓരോ പേജുകളും ഫോട്ടോ എടുത്ത് കയ്യിൽ വെക്കുക. മൊബൈലിൽ നിന്ന് വാട്സപ്പും ഫേസ്ബുക്കും നോക്കി സമയം കളയാതെ ആ ബസ്സിൽ യാത്രകളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെ നമുക്ക് സമയം ചെലവഴിക്കാം. അല്ലാതെ നിങ്ങളുടെ ഉറക്കം കഴിഞ്ഞ്, പ്രഭാത കാര്യങ്ങൾ കഴിഞ്ഞ്, ട്രാവലിംഗ് കഴിഞ്ഞ്, ഭക്ഷണം കഴിഞ്ഞ്, സിനിമ കണ്ട്, അല്ലെങ്കിൽ സ്പോർട്സ് കഴിഞ്ഞ്, കളി കഴിഞ്ഞ്, ഇതൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ നോക്കി 24 hours 5 മിനിറ്റ് പോലും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അറ്റ് ദി ടൈം ഓഫ് ട്രാവലിംഗ്, നിങ്ങളുടെ ട്രാവലുകളിലും നിങ്ങളുടെ യാത്രകളിലും നിങ്ങൾ ഒരുപാട് സമയം ഉപയോഗിക്കണം. ആ സമയത്ത് നമുക്ക് മൊബൈൽ ഇന്റർനെറ്റിലുള്ള ഗൂഗിൾ സെർച്ച് ചെയ്യാം, അതിന് പഠിക്കാം. അല്ലെങ്കിൽ പഠിക്കാനുള്ള ഓരോ പേജുകളും ഫോട്ടോ എടുത്ത് വയ്ക്കുക, മൊബൈൽ എടുക്കുക, അത് വെച്ചിട്ട് ഒരുപാട് അങ്ങനെ പഠിക്കുക. ദെൻ സ്റ്റഡി ഇൻ കിച്ചൺ. ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ ഗേൾസ് ആണെങ്കിൽ കിച്ചണിൽ ഒരുപാട് സമയം കിട്ടും. അവിടെ നിങ്ങൾക്ക് പഠിക്കാം. അവിടെ പഠിക്കാൻ വെച്ചാൽ കിച്ചണിൽ കാര്യങ്ങൾ വെച്ചാൽ ബുക്ക് എടുത്ത് വായിച്ചല്ല, ബുക്ക് എടുത്ത് വായിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണ്ടല്ലോ, ഒരു ഓഡിയോ ക്ലിപ്പ് ഇടാലോ, ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ട് അത് കേട്ട് പഠിക്കാം. അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെ വെക്കാം. ഒരു നല്ല നിങ്ങൾക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണോ, ആ ടോപ്പിക് ആണോ, ആ ടോപ്പിക്കിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് വെക്കുക. ആ വീഡിയോ ക്ലിപ്പ് വെച്ച്
അത് നിങ്ങൾക്ക് കേട്ടുകൊണ്ട് പഠിക്കാമല്ലോ, അങ്ങനെയും പഠിക്കാം. ദെൻ സ്റ്റഡി അറ്റ് വർക്ക് പ്ലേസ്, നിങ്ങൾ ജോലി സ്ഥലത്ത് പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടല്ലോ, അവിടെയും പഠിക്കാമല്ലോ. ദാറ്റ് മീൻസ് ജോലി ചെയ്യുമ്പോൾ പ്രൈവറ്റ് ജോലി ചെയ്യുമ്പോൾ അതിനിടയിൽ സമയം കിട്ടില്ല എന്നാണ് പറയാം. പക്ഷെ അവിടെ നിങ്ങൾ ഈ പറഞ്ഞ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, ദാറ്റ് ഈസ് യൂസസ് ടെക്നോളജി. കിട്ടുന്ന എല്ലാ ടെക്നോളജി അവിടെയും മൊബൈൽ ഫോൺ 10 മിനിറ്റ് കിട്ടും, ചായ കുടിക്കാനോ അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിനോ കിട്ടുന്നു. വെറുതെ സംസാരിച്ച സമയം കളയണ്ട, മൊബൈൽ ഫോൺ കൊടുക്കുക. ഒരു 5 ചോദ്യം പഠിക്കാം. ആ 5 ചോദ്യത്തിന് 2 എണ്ണം വന്നാലോ 1 എണ്ണം വന്നാലോ 1 മാർക്ക് കിട്ടിയ. ഡെയിലി 5 മിനിറ്റ് അങ്ങനെ 5 ചോദ്യം പഠിച്ചാൽ ഒരു മാസത്തിൽ എത്ര കിട്ടി? 150 ചോദ്യം അങ്ങനെ പഠിച്ചോളൂ ഒരു ദിവസം. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒരു ദിവസം 5 ചോദ്യം, ഒരു ലഞ്ച് ബ്രേക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് 5 ചോദ്യം പഠിച്ചു. 30 ദിവസം കൊണ്ട് 150 ചോദ്യം പഠിച്ചു. ഈ 150 ചോദ്യങ്ങൾ ഒരു മാസം കൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് 5 മിനിറ്റ് കൊണ്ട് കിട്ടിയില്ലേ? സോ അങ്ങനെ നമ്മൾ ടൈം യൂസ് ചെയ്യണം. അതാണ് ടൈം മാനേജ്മെന്റ്. കിട്ടുന്ന സമയത്ത് മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ കിച്ചണിൽ ഉപയോഗിക്കാം, അറ്റ് ട്രാവലിംഗ് ആൻഡ് വർക്ക് പ്ലേസ്, ക്ലിയർ, ആൻഡ് യൂസ് ടെക്നോളജി. എല്ലാ ടെക്നോളജിയും ഇന്റർനെറ്റ് ആയാലും മൊബൈൽ ഫോൺ ആയാലും എന്താണ് കിട്ടാവുന്ന ടെക്നോളജിന്റെ ടെലിവിഷൻ ന്യൂസ് കാണാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ചിലപ്പോൾ TV വെക്കാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റല് ചില ഓഫീസിൽ ടെലിവിഷൻ വെക്കാറുണ്ടോ, TV വെക്കാറുണ്ടോ, അവിടെ ന്യൂസ് ചാനൽ വെക്കുക, അതിരുന്ന് കാണാൻ നമ്മൾ ജോലി ചെയ്യാം, കേൾക്കാം, അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയെല്ലാം ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് ടൈമിനെല്ലാം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കാം. അല്ലാതെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് അവസാനം ഒരു 4 മണിക്കൂർ കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ടൈം മാനേജ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ടൈം മാനേജ്. അപ്പൊ ടൈം മാനേജ്മെന്റ് എന്നാണ് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ പ്ലാനിങ് ആൻഡ് പ്രോസസ് ഓഫ് ഹൗ ടു യൂസ് യുവർ ടൈം ഇഫക്റ്റീവ്ലി, പ്രൊഡക്റ്റീവ്ലി ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ്ലി. കിട്ടിയ അത് വളരെ ഇഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവ്ലായിട്ട് എഫിഷ്യൻലി നമുക്ക് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഏതാണെന്ന് റെഡ്യൂസ് സ്ട്രെസ്, നമുക്ക് ലൈഫിലും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അച്ചീവ് ഗോൾ മോർ എഫക്റ്റീവ്, നിങ്ങളുടെ ഗോൾ വളരെ ഇഫക്റ്റീവായിട്ട് നേടിയെടുക്കാൻ പറ്റും. ആൻഡ് അക്കംപ്ലിഷ് മോർ ഇൻ ലെസ് ടൈം, കുറഞ്ഞ സമയത്ത് കൊണ്ട് തന്നെ കൂടുതൽ നേടിയെടുക്കാൻ പറ്റും അല്ലെ. ദെൻ ബൂസ്റ്റിംഗ് യുവർ എനർജി, ബൂസ്റ്റിംഗ് യുവർ കോൺഫിഡൻസ് ഒക്കെ നമ്മൾ ഈ ടൈം മാനേജ്മെന്റ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒന്ന്, റെഗുലർ ആയിട്ട് നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുക. എവിടെയാണ് നഷ്ടം സംഭവിക്കുന്നത്, എവിടെയാണ് സമയം പോകുന്നത് നോക്കുക. റെഗുലർ ടൈമിനെ പ്ലാൻ ചെയ്യുക. ഒരു കാരണവശാലും പ്ലാൻ ചെയ്യാതെ നിങ്ങൾ ഇനി എഴുന്നേൽക്കരുത്. നാളെ കാലത്ത് എന്ത് ചെയ്യണമെന്നൊന്ന് രാത്രി നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പൊ റെഗുലർ പ്ലാനിങ് ഓഫ് ടൈം ആൻഡ് പ്രയോറിറ്റി കൊടുക്കണം. പ്രയോറിറ്റി കൊടുക്കണം. വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജന്റ്, ആൻഡ് ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജന്റ്, അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. പ്രയോറിറ്റിക്ക് ഏതാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക ആ രീതിയിൽ പഠിക്കണം. ആൻഡ് എയർലി സ്റ്റഡി, ഈസി ആൻഡ് സിമ്പിൾ സ്റ്റഡി. ഏറ്റവും ഈസി ആയതും സിമ്പിൾ ആയിട്ടും പഠിക്കുക. അതോടൊപ്പം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് സ്റ്റഡി ചെയ്യുക. ഫാസ്റ്റ് റീഡിങ്, വളരെ വളരെ വേഗത്തിൽ പഠിക്കുക. ഫാസ്റ്റ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ദാറ്റ് മീൻസ് ഫാസ്റ്റ് സ്റ്റഡി, വളരെ വേഗത്തിൽ പഠിക്കണം. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക. ഈ രീതിയിൽ നമ്മൾ വർക്ക് പ്ലേസുകളും മറ്റു സ്ഥലങ്ങളും നമുക്ക് എങ്ങനെയെല്ലാം ഈ രീതിയിലെല്ലാം നിങ്ങൾ ഒരു മാസം നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. ഒരു മാസം കൊണ്ട് 2 വീക്ക് നിങ്ങൾ ഇതൊന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് അതിന്റെ മാറ്റം കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റിനെ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയില്ലോ? ഇത്രയും കാര്യം നിങ്ങൾ ഇനി മുതൽ ശ്രമിക്കുക. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ മറ്റൊരു ടോപ്പിക് കൂടി പഠിക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു, അതിനുള്ള സിലബസ് എങ്ങനെ പഠിക്കുന്ന ക്ലാസ്സിലുള്ള ടൈം മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കേൾക്കുക, വളരെ ഭംഗിയായിട്ട് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 2 വീക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ അപ്ലൈ ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മാറ്റം ശരിയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങൾ നിങ്ങൾ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളോ നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.